സ്റ്റേറ്റ് സിലബസ് പ്രകാരം 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിന്റെ 2ാം ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഏതാനും ഇക്വേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. x1, x2, x3 ഇങ്ങനെ 3 ടേംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ x2 അഥവാ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡ് ബൈ 2 തുല്യമായിരിക്കും. x2 ഈക്വൽസ് x1 പ്ലസ് x2 ബൈ 2 ആയിരിക്കും. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 4 ടേംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സം എന്ന് പറയുന്നത് മിഡിൽ ടേംസിന്റെ 2 ടേംസ്. ഇത് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മിഡിൽ ടേം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവില്ല, മറിച്ച് 2 ടേംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അതിന്റെ സം എന്ന് പറയുന്നത് x1 പ്ലസ് x4 എന്ന് പറയുന്നത് x2 പ്ലസ് x3 തുല്യമായിരിക്കും. x1 പ്ലസ് x4 ഈക്വൽസ് x2 പ്ലസ് x3. ഇങ്ങനെ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സുമായിട്ട് വരുന്ന എല്ലാ അരിത്മെറ്റിക് സീക്വൻസിലും നമ്പർ എത്ര ആവട്ടെ, അപ്പൊ നമ്മൾ 3ഉം 4ഉമാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്പർ എത്ര ആവട്ടെ, ഓഡ് നമ്പേഴ്സ് ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ആയിരിക്കും. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞ ഒരു ടേമിനെ നമുക്ക് മിഡിൽ ടേം പറയാൻ പറ്റില്ല. മിഡിൽ ടേംസ് 2 എണ്ണം ഉണ്ടായിരിക്കും. ആ 2 ടേംസിന്റെയും സം ആയിരിക്കും അതേ സീരീസിലെ അല്ലെങ്കിൽ സീക്വൻസിലെ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സം. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽസ് സം ഓഫ് ദി മിഡിൽ ടേംസ് ആയിരിക്കും. ഇനി തേർഡ് ഇക്വേഷൻ, if f is first term and d is the common difference, then nth term equals f plus n minus 1 into d. ഈ f plus n minus 1 into d എന്നത് നമുക്ക് dn plus f minus d എന്നും ആക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താണ് f plus n minus 1 into d? ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും f plus n minus 1 into d, n into d, dn എഴുതാം, nd അല്ലെങ്കിൽ dn എഴുതാം, minus 1 into d minus d എന്ന് എഴുതാം അല്ലേ. ഈക്വൽസ് ഇത് നമ്മൾ dn ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ dn പ്ലസ് പിന്നെന്താ എഴുതാം, f മൈനസ് d എന്ന് എഴുതാം. അത് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ തേർഡ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ത്, nth ടേം ഈക്വൽസ് f പ്ലസ് n മൈനസ് 1 into d or dn പ്ലസ് f മൈനസ് d. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ദി ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ് xn equals n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? അതായത് ഒരു ശ്രേണി xn equals n cube minus 6n square plus 13n minus 7 എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് നമ്മൾ ചെയ്യുക. ഇത് ചെയ്യണമെങ്കിൽ ഒരു 4ഓ 5ഓ ടേംസ് നമ്മൾ ചെയ്യാം. മിനിമം ഒരു 4 എണ്ണെങ്കിലും ചെയ്താലേ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്തു വന്നേക്കാം. ഏതൊരു 4 എണ്ണം നമുക്ക് ചെയ്യാം. അപ്പൊ x1 ഫസ്റ്റ് ടേം എന്തായിരിക്കും, x1 ഈക്വൽസ് n ക്യൂബ് 1 ക്യൂബ് മൈനസ് 6 into 1 സ്ക്വയർ പ്ലസ് 13 into 1 minus 7 equals 1 cube 1 തന്നെ, minus 6 into 1 square 1 minus 6 into 1 എന്ന് minus 6, 13 into 1 plus 13 minus 7. ഇതിങ്ങനെ ആഡ് ചെയ്യാം. പോസിറ്റീവ് സംഖ്യകളായിരുന്നു നോക്കുക. 1 plus 13 14 വരും, 14 എന്ന് വരും. പിന്നെ ഇത് 6 13 കുറയ്ക്കുക, 14 മൈനസ്
13 ഈക്വൽസ് 1. ഫസ്റ്റ് ടേം ഇസ് 1. ഇനി x2 കാണാം. എന്ത് വരും? 2 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7 ഈക്വൽസ് എന്ത് വരും? 2 ന്റെ ക്യൂബ് 8, 2 ന്റെ സ്ക്വയർ 4, 4 ഇൻറ്റു 6 24 മൈനസ് 24, 13 ഇൻറ്റു 2 26 പ്ലസ് 26 മൈനസ് 7 എന്ത് വരും? 26 34. ഇത് മൈനസ് 27 മൈനസ് 7 മൈനസ് 31 ഈക്വൽസ് 3 എന്ന് വരും അല്ലെ? x3 എന്ത് വരും? 3 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 3 മൈനസ് 7 ഈക്വൽസ് 3 cube is 27. 3 square is 9. 9 into 6 54. Minus 54 plus 13 into 3 39 minus 7. Up to 27 plus 39 66 minus 61 equals 5 എന്ന് കിട്ടും. ഇനി അതുപോലെ നമുക്ക് x4 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 3 5 കോൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ? 2 ഉണ്ട്. നമുക്ക് 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 ചെക്ക് ചെയ്തിട്ട് അതുകൂടെ ശരിയാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കാണ്. 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ എന്ത് കാണാൻ പറ്റും? x4 ഈക്വൽസ് 4 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7. 4 ന്റെ ക്യൂബ് 64 minus 4 square 16 into 6 96 plus 13 into 4 52 minus 7 equals ഇത് വരും equals എത്ര വരും? 3 1 13 കിട്ടി. 13 കിട്ടി. അപ്പോ ഇത് നോക്കി 1 3 5 പിന്നെ വന്നിരിക്കുന്നത് 13 ആണ്. ഒരു കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് എന്ത് എഴുതാം? അപ്പൊ നമുക്ക് എഴുതാം. ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് 1 3 5 13 എക്സെട്ര. അപ്പോ there is no common difference. ഇതിനൊരു പൊതുവ്യത്യാസമില്ല, ആയതുകൊണ്ട് it is not an arithmetic sequence. ഒരു പൊതുവ്യത്യാസമില്ലാത്തതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായിട്ടുള്ള ഈ സംഖ്യകൾ ഏത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോ എങ്ങനെ ചെയ്യാം? ഒന്നാമത്തേത്, ഇതിലൊന്നാമത്തേതാണ് ഡാഷ് 24 42 ഡാഷ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം അടുത്തടുത്ത രണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേംസ് രണ്ടും ഇവിടെ മിഡിലായി കിടക്കുന്ന ഈ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. അടുത്തടുത്ത രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ? ഡി എത്ര വരും? അതിൽ ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? 42 മൈനസ് 24 ആണ് അല്ലെ? എത്ര? 18 വരും. കോമൺ ഡിഫറൻസ് എത്ര വരിക? 18 വരും. അപ്പോ എന്ത് ചെയ്താൽ മതി? 24ന്റെ തൊട്ട് മുമ്പുള്ള ഇത് ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ 24ൽ നിന്ന് 18 സബ്സ്ട്രാക്ട് ചെയ്യുക. 42ന് ശേഷം ഉള്ളതാണെങ്കിൽ എന്താ ചെയ്യുക? 42ന്റെ കൂടെ 18 ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ.
അപ്പൊ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് 24 മൈനസ് 18 എത്ര വരും? 6 എന്ന് വരും അല്ലെ? 6 എന്ന് വരും. ലാസ്റ്റ് ടൈം എന്ന് വരും 42 പ്ലസ് 80 എത്ര വരും? 60 എന്നും വരും. അത് ആ നിലയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനില് -24-42 എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ ഒരു ഇക്വേഷൻ എഴുതി മിഡിൽ ടേം കണ്ടുപിടിക്കാൻ. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മിന്റെ പകുതി ആയിരിക്കും മിഡിൽ ടേം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ ഇക്വേഷൻ എഴുതിയതാണ്. അപ്പോ x1 പ്ലസ് x3 ബൈ 2 ആണ് എന്ത്? x2 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ടേം കണ്ടുപിടിക്കാം അല്ലെ? ഈ ടേം അതായത് 4 1 2 3 തേർഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 24 പ്ലസ് 42 ബൈ 2 ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും മിഡിലാണ്, നടുക്കാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് ഒരു 24 42 എത്രയാണ്? 66 ബൈ 2. അപ്പൊ എത്ര വരും? 33 എന്ന് കിട്ടും അല്ലെ? 33 എന്ന് കിട്ടും. ഏത്? ഈ മിഡിൽ ടേം 33. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? 33 24 33 24 33 24 സബ്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ 42 33 സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോ ഡി അവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഈക്വൽസ് 33 മൈനസ് 24 അല്ലെ? എത്ര കിട്ടി? 9 കിട്ടി. ഡി എത്ര കിട്ടി? നമുക്ക് 9 കിട്ടി. അപ്പൊ എന്ത് ചെയ്താണ്? 24ൽ നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്താൽ തൊട്ടടുത്തുള്ള ഈ ടൈം കിട്ടും അല്ലെ? അപ്പൊ എത്ര കിട്ടുക? 15 കിട്ടും. 15 9 24 24 9 33 34 9 42. അങ്ങനെ നമുക്കത് ഫിറ്റ് ചെയ്യാവുന്നതാണ്, പൂരിപ്പിക്കാവുന്നതാണ്. ഇനി ഇതാ മറ്റൊരു മോഡലിന്റെ പ്രോബ്ലം ഇവിടെ കിടക്കുന്നു. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഇടയ്ക്കുള്ള 2 ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമുമാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രാമത്തെ ടേമാണ്? ഫോർത്ത് ടേമാണ്. അപ്പൊ നമുക്ക് എന്താണ്? സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കണം. എന്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ടേം ഈക്വൽസ് എന്താണ്? എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? എഫ് ഫസ്റ്റ് ടേം പ്ലസ് n-1 ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്താണ്? എഫ് ഇവിടെ എത്രയാണ്? 15 ആണ്. n എത്രയാണ്? 1 2 3 4 4 അപ്പൊ എന്ത് ടേം എന്ന് പറഞ്ഞാൽ അതായത് ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് പ്ലസ് n-1 4 - 1 ഇൻറ്റു ഡി ആണ്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ഫോർത്ത് ടൈം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? 39 ഈക്വൽസ് എഫ് പ്ലസ് 15 പ്ലസ് 4 - 1 3d എന്ന് നമുക്ക് ഇവിടെ കിട്ടും. 3d. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഡി കണ്ടെത്താം. അപ്പോ 3d എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? അപ്പൊ അവിടെ 3d ഞാൻ എഴുതുന്നു, 3d എഴുതുന്നു, ബാക്കി 15 ഇങ്ങോട്ട് കൊണ്ടുവരും. 39 മൈനസ് 15 ഈക്വൽസ് 3d അല്ലെ? അപ്പൊ 39 മൈനസ് എത്രയാണ്? 24 ഈക്വൽസ് 3d അല്ലെങ്കിൽ d ഈക്വൽസ് എന്ത് വരും? 24 ഡിവൈഡ് ബൈ 3 ഈക്വൽസ് എത്രയാണ്? 8 എന്ന് കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. കോമൺ ഡിഫറൻസ് 8 കിട്ടിയാൽ ബാക്കി ടേം നമുക്ക് കണ്ടുപിടിക്കാം. 15 ഫസ്റ്റ് ടേം 15 പ്ലസ് 8 എത്രയാണ്? 23. 23 പ്ലസ് 8 തേർഡ് ടേം എങ്ങനെയാണ്? സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാണെങ്കിൽ തേർഡ് ടേം കിട്ടില്ല. 23 പ്ലസ് 8 എത്രയാണ്? 31. 31 8 39. അങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്യാൻ വന്നാല് വ്യത്യസ്ത ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് വെച്ചിട്ടും അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഇനി മറ്റൊരു തരം പ്രോബ്ലത്തിലേക്ക്, മറ്റൊരു സെറ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. മറ്റൊരു ചോദ്യം തന്നിരിക്കുന്നു. റൈറ്റ് ദി ഫസ്റ്റ് 5 ടേംസ്. ഫോർത്ത് ടേം ഈസ് 2 ആൻഡ് സെവൻത് ടേം ഈസ് 3.
ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കുക. 4-ാം പദം 2ഉം 7-ാം പദം 3ഉമാണ്. എങ്ങനെ നമുക്ക് ഇതില് ആദ്യത്തെ 5 1 2 3 പിന്നെ 4-ാമത്തെ തന്നിട്ടുണ്ട് 5 എന്നീ പദങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു? ഇവിടെ 2-ാം പദം തന്നിട്ടുണ്ട് 2. കോമൺ ഡിഫറൻസ് നമുക്ക് അറിയുമോ? ഇല്ല, കോമൺ ഡിഫറൻസ് അറിയില്ല. ഇനി 7-ാം പദമാണ് എന്നത് പറയുന്നത് 3 എന്ന് പറയുന്നത്. അപ്പൊ ഈ 2ന്റെയും 3ന്റെയും ഇടക്ക് 5 6 2 പദങ്ങൾ വിട്ട് കിടക്കുകയാണ് അല്ലെ. അപ്പോ ഈ 4 കഴിഞ്ഞ് 3-ാമത്തെ പദമാണ്, ഈ 4-ാമത്തെ ടൈമായ 2 കഴിഞ്ഞ് 3-ാമത്തെ പദമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ 7 - 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 കോമൺ ഡിഫറൻസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ എന്തെന്ന് കിട്ടുന്നത്? 2ന്റെ കൂടെ 3 കോമൺ ഡിഫറൻസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ എന്തെന്ന് കിട്ടുന്നത്? 3 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി എത്രയാണ് ഇതിന്റെ ഡിഫറൻസ്? എത്രയാണ്? ഈ ഇതിന്റെ 7th ടേമിന്റെയും 4th ടേമിന്റെയും ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് അല്ലെ, ഇതെത്രയാണ്? 3 - 2. അപ്പൊ ഡിഫറൻസ് 3 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 3 - 2 എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ ഡിഫറൻസ് കിട്ടുന്നത് 3 ടൈംസ് 1 ഈക്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ഈക്വൽസ് ആണ് എന്ത്? 1 എന്ന് കിട്ടുന്നത്. ഈ ഡിഫറൻസ് കിട്ടുന്നത് അല്ലെ. 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് വാസ്തവത്തില് ഈ എന്തെന്ന് കിട്ടുന്നത്? ഇത് മൈനസ് 7-ാമത്തെ പദം മൈനസ് 4-ാമത്തെ പദം എന്ന് പറയുന്നത് ഈ 1 കിട്ടുന്നത്. അതല്ലെങ്കിൽ 3 × d എന്ന് പറയുന്നത് 1, അല്ലെങ്കിൽ d എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. d ഈക്വൽസ് ഇവിടെ എന്താണ്? 1/3. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇനി ഓരോ 4th ടേം കഴിഞ്ഞ് 5th ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2ന്റെ കൂടെ 1 + 3 ആഡ് ചെയ്യുക. 3rd ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യാം? 2ൽ നിന്ന് 1/3 സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ആദ്യം ഞാൻ 5th ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4th ടേം പ്ലസ് കോമൺ ഡിഫറൻസ് 2 + 1/3 ഈക്വൽസ് എന്ത് കിട്ടും? 2 and 1/3 കിട്ടും. കിട്ടില്ലേ? കിട്ടും. ഇനി 4th ടേം അത് ഇവിടെ ഉണ്ട്. 3rd ടേം എന്താണ്? ഈക്വൽസ് എന്താണ്? 2 - 1/3. 2 - 1/3 എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? 3 അല്ലെ. ഡിനോമിനേറ്റർ നമുക്ക് എന്തെടുക്കാം? 3 എടുക്കാം. 2 × 3 6 - 1 × 1 1 വരും. അപ്പോ എന്ത് വരുന്നു? 5/3 എന്ന് വരുന്നു. അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? 1 and 2/3 എന്ന് എഴുതാം. എഴുതിക്കോട്ടെ. ഇനി സെക്കൻഡ് ടൈം എന്താണ്? 1 and 2/3 മൈനസ് എന്ത് വരും? 1/3 എന്ന് എഴുതാം അല്ലെ. 1/3 അല്ലേ. അപ്പൊ എന്ത് വരും? 1 and 1/3 എഴുതും. 2/3 1/3 സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 1/3. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1 and 1/3 ആൻഡ് ഫസ്റ്റ് ടേം ഈക്വൽസ് 1 and 1/3 മൈനസ് 1/3 എത്ര കിട്ടും? ഈക്വൽസ് 1 എന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1 and 1/3, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 and 2/3 ആൻഡ് ഫോർത്ത് ടേം നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 2 കിട്ടിയിരിക്കുന്നത്. ഫിഫ്ത്ത് ടേം എന്താണ്? 2 and 1/3. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് 5 ടേംസ്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, കൂടുതൽ മനസ്സിലായിക്കോളും. മറ്റൊരു പ്രോബ്ലം കൂടി. തേർഡ് ടേം ഈസ് 43 ആൻഡ് സിക്സ്ത് ടേം ഈസ് 76. ഇതെങ്ങനെ കാണാൻ കഴിയും? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 6th ടേം 6 - 3 എത്രയാണ്? 3 ആണ്. അപ്പൊ തേർഡ് കൂടെ ഈ 3 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കാണണം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 76 - 43. അപ്പൊ എത്ര വരും?
അത് 33 എന്ന് വരും അല്ലെ, 33 എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് പറയാം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 33 എന്ന് പറയുന്നത് എന്താണ്? 33 എന്ന് പറയുന്നത് 3 ടൈംസ് ഡിഫറൻസ് ആണ്. എന്താണ് 33 ഈക്വൽസ് എത്ര ടൈംസ്? 3 ടൈംസ് കോമൺ ഡിഫറൻസ് ഡി, 3 ടൈംസ് കോമൺ ഡിഫറൻസ്. അങ്ങനെ 33 എന്ന് പറയുന്നത് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പോ എന്ത് കിട്ടുന്നു? അല്ലെങ്കിൽ 33 ഈക്വൽസ് 3 ഇൻറ്റു ഡി എന്ന് പറയാം. 3 ഇൻറ്റു ഡി അല്ലെങ്കിൽ അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 33 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് 11. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് 5 ടൈംസ് കാണാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഏത് ടേം നമുക്ക് തന്നിട്ടുള്ളത്? തേർഡ് ടേം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോർത്ത് ടേം ആദ്യം കാണാം. ഫോർത്ത് ടേം നാലാമത്തെ പദം നമുക്ക് കാണാം. എന്ത് ചെയ്യാം? മൂന്നാമത്തെ പദത്തിന്റെ കൂടെ 43ന്റെ കൂടെ എത്ര? 11 കൂട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എടുക്കാം 54 കിട്ടും. ഫിഫ്ത്ത് ടേം നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാം. ഈക്വൽസ് 54 പ്ലസ് 11 ഈക്വൽസ് 65 എന്ന് കിട്ടി. ഇനി തേർഡ് ടേം, തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 43 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം എത്ര വരും? 43 മൈനസ് 11. 43 11 പുറത്തേക്ക് എത്ര വരും? 32 അല്ലെ. 32 എന്ന് കിട്ടും. 32 ആൻഡ് ഫസ്റ്റ് ടേം ഈക്വൽസ് 32 മൈനസ് 11. അപ്പൊ എത്ര വരും? 21 എന്ന് വരും. അപ്പൊ നമുക്ക് ടേംസ് കംപ്ലീറ്റ് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടൈം ഏതാണ്? 21. സെക്കൻഡ് ടൈം 32. തേർഡ് ടൈം 43. ഫോർത്ത് ടേം 54 ആൻഡ് ഫിഫ്ത്ത് ടേം 65. ഇങ്ങനെ കിട്ടും നമ്മളുടെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ. മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. തേർഡ് ടേം 2 ആൻഡ് ഫിഫ്ത്ത് ടേം 3. അപ്പോ എന്താണ് തേർഡ് ടേമിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെയും രണ്ടിന്റെയും ഇടയിൽ എന്താണ്? തേർഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെ ഇടയിൽ ഒരു നമ്പർ കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ഈ മിഡിൽ ടൈം അല്ല, ഫോർത്ത് ടൈം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ ടൈം ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 2 + 3 ഡിവൈഡ് ബൈ 2 വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും? 2ന്റെയും 3ന്റെയും ആഡ് ചെയ്ത് പകുതി കാണുമ്പോൾ എത്രയാണ്? 5/2 2.5 2.5 നമുക്ക് മനസ്സിലാക്കാം. അതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് മനസ്സിലാക്കാവുന്നതാണ്. 2.5 - 2 എന്ന് പറഞ്ഞാൽ ഹാഫ് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ. ഇത് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മൾ പഠിച്ച ആ രൂപം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലംസിന്റെ രൂപം അനുസരിച്ച് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോ ആദ്യം 5 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. അതിന്റെ ഡിഫറൻസ്, ഇനി ഡിഫറൻസ് തന്നിരിക്കുന്ന ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 - 2 എത്രയാണ്? 1. 3 - 2 എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതായത് ഈ 1 എന്ന് പറഞ്ഞാല് എന്താണ്? 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ 1 ഈക്വൽസ് 2 ഇൻറ്റു ഡി, അല്ലെങ്കിൽ ഡി ഈക്വൽസ് അപ്പം വരും ഡി ഈക്വൽസ് 1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോ ടേമും അങ്ങോട്ട് ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യാം. തേർഡ് ടേം കഴിഞ്ഞു. നമുക്ക് എന്താണ് കാണേണ്ടത്? ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ഹാഫ് ഈക്വൽസ് 2.5. ഫിഫ്ത്ത് ടേം നമുക്ക് തന്നിരിക്കുന്നു, അതിന്റെ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ഇനി സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമാണ് നമുക്ക് കാണേണ്ടത്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? തേർഡ് ടേം -2 - ഹാഫ്. തേർഡ് ടേം അപ്പൊ എന്ത് വരും? 1.5. ആൻഡ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1.5 - ഹാഫ് ഈക്വൽസ് 1.
അപ്പോ 5 ടേംസ് ഏതൊക്കെയാണ്? 1, സെക്കൻഡ് 1.5, തേർഡ് ടേം 2, ഫോർത്ത് ടേം 2.5 ആൻഡ് ഫിഫ്ത്ത് ടേം 3. ഇങ്ങനെ വരും. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതോടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം തന്നെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക.